അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എജു തൻസീൽ തിയോളജിക്കൽ സ്കൂളിങ്ങിന്റെ കീഴിലുള്ള ഇഹ്സാൻ ഗ്രാൻഡ് കിസ് 2K26 സീസൺ 2 സ്വാഗതം. ഈ പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രികളിൽ നമ്മൾ കേൾക്കുന്ന ഈ നല്ല അറിവുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉപകരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന ഈ ഒരു ക്ലാസ്സുകൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടുന്ന ഓരോ അറിവുകളാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സമയമില്ല, ഇന്ന് സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, അല്ലേ? പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് സമയം പോയി, സമയം ഇല്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഞാനിവിടെ പറയുന്നത് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് സമയമെന്ന് പറയുന്നത്? ഒരു ദിവസം എത്ര മണിക്കൂർ, ഒരു ദിവസം എത്ര മിനിറ്റ്, ഒരു ദിവസം എത്ര സെക്കൻഡ്? നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ നമ്മളിൽ പല ആളുകൾക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും. ഈ ലളിതമായ ചോദ്യങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ അടിസ്ഥാന സത്യങ്ങളാണ്. സമയം എന്താണ്? സമയം ഒരു ദിവസം 24 മണിക്കൂർ, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡുകളാണ്. അതായത് ഒരു ദിവസം 1440 മിനിറ്റ്, ഒരു ദിവസം 86,400 സെക്കൻഡുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. എന്നാൽ പല ആളുകളും ഒരു ദിവസത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇതേ കാര്യം ചെയ്യാൻ സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 86,400 സെക്കൻഡുകൾ. ഈ സമയം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്റിൽ പറയുന്നുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. സമയം തന്നെയാണ് സാക്ഷ്യം. സമയത്തെ സാക്ഷ്യം പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യൻ നഷ്ടത്തിലാണ്. സമയം തന്നെയാണ് സാക്ഷ്യം, മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതൊരു സമയം സാധാരണ ഘടകമല്ല, ജീവിതത്തിൻ്റെ അളവുകോൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ അളവുകോൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയപരമായിട്ട് ടൈം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ. അതെങ്ങനെയാണ്? ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരിക്കൽ ചുറ്റാൻ എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ചുറ്റാനെടുക്കുന്ന, കറങ്ങാനെടുക്കുന്ന സമയം അത് 24 മണിക്കൂറാണ്. അതുകൊണ്ടാണ് പകലും രാത്രിയും ഉണ്ടാവുന്നത്. ഇനി ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസങ്ങളാണ്. മനുഷ്യ ജീവിതവും സമയത്തിൻ്റെ പ്രാധാന്യവും എന്ന് പറയുമ്പോൾ ശരാശരി ഒരു മനുഷ്യൻ 70 വർഷം ജീവിച്ചാൽ ഏകദേശം 25 വർഷം ഉറക്കത്തിലായിരിക്കും. 70 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ 25 വർഷവും ഉറക്കത്തിലായിരിക്കും ഉണ്ടാവുക. അതിൽ ബാക്കിയുള്ള സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നതാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ പ്രാധാന്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന 4 കാര്യങ്ങളിൽ ഒന്ന് തൻ്റെ ജീവിതം എങ്ങനെ ചെലവഴിച്ചു എന്നാണ്. തൻ്റെ ജീവിതം താൻ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നതിനെക്കുറിച്ചാണ്. ടൈം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, ഒരു വിശ്വാസിക്ക് നൽകിയിട്ടുള്ള നിക്ഷേപമാണ് എന്നർത്ഥം. ഓരോ ദിവസവും 86,400 സെക്കൻഡ്, അതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും തിരികെ ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ചെലവഴിക്കുന്ന ഒരു ദിവസത്തെ സെക്കൻഡ് എന്ന് പറയുന്നത് 86,400 സെക്കൻഡുകളാണ്. അതിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരികെ ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. സമയത്തെ മാനിക്കുന്നവൻ വിജയിക്കുകയും സമയം നഷ്ടപ്പെടുത്തിയവൻ ജീവിതം നഷ്ടപ്പെടുത്തിയവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്നോടും പിന്നെ
എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും സമയത്തെ മാനിക്കണം. നമ്മുടെ ഓരോ സെക്കൻഡുകൾക്കും നമ്മൾ വില കൽപ്പിക്കണം. ജീവിതത്തിലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന ഓരോ സെക്കൻഡുകളും അള്ളാഹുവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ച് സ്മരിക്കാനുള്ള സമയമാണ്. നമ്മുടെ ഹൃദയം, നാവ്, കണ്ണ്, നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചോ അതെല്ലാം നമ്മോട് ചോദിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൃത്യമായിട്ട് അള്ളാഹുവിനെ സ്മരിക്കുക, സൃഷ്ടാവിനെ സ്മരിക്കുക. മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ സമയത്തെക്കുറിച്ചും നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.